തൃശ്ശൂരിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം എന്ന വാർത്ത, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. ചെറുതുരുത്തിയിലാണ് ഇന്ന് രാവിലെ 7:30യോടുകൂടി 3 വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് സ്വർണ്ണാവിലേക്ക് പോവുകയായിരുന്ന ടിപ്പർ പെട്ടെന്ന് ഈ വളവ് തിരിയുന്നതിന് വേണ്ടി ബ്രേക്ക് ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഒരു ഫ്രിഡ്ജ് കയറ്റി വന്ന ലോറി ഈ ടിപ്പറിന് ബാക്കിൽ പുറകിലിടിച്ചു. അതിന് തൊട്ട് പുറകിലായി ഈ ഷൊർണൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ഉണ്ടായിരുന്നു. ഈ സ്വകാര്യ ബസ്സും ഈ അടുത്ത ലോറിക്ക് പുറകിലായി ഇടിക്കുകയായിരുന്നു. ഇങ്ങനെ 3 വാഹനങ്ങൾ തുരുതുര കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിൽ ഈ ആർക്കും ഗുരുതരമായ പരിക്കുകളോ മറ്റൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ സ്വകാര്യ ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ചിലർക്ക് നിസ്സാര പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഇവരെ പ്രദേശത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ മുന്നിൽ പോയ ടോറസ് ലോറി അലക്ഷ്യമായി ബ്രേക്ക് ചെയ്തതാണ് ഇത്തരം ഒരു അപകടത്തിന് ഇടയാക്കിയതെന്നും 3 വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയതും എന്നുള്ളതാണ് പറയുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള വാർത്ത. സൂരജ്, നമ്മുടെ ഒരു പ്രേക്ഷകൻ സുലൈമാൻ അബ്ദുൽ ഖാദർ ചോദിക്കുന്നുണ്ട്, സൂരജിനോട് കുതിരാനിലെ വിശേഷങ്ങൾ കൂടി ഒന്ന് ചോദിക്കുമോ? തുരങ്കത്തിലെ വൈദ്യുതി തകരാറ് പരിഹരിച്ചില്ല എന്ന് പറയുന്നല്ലോ എന്ന്. തീർച്ചയായും ഈ കുതിരാനിൽ ഒരു ചെറിയ വൈദ്യുതി തകരാറുണ്ട്. അതായത് ഈ കുതിരാനിലെ വൈദ്യുതി ബന്ധം ഏതെങ്കിലും സമയത്ത്, അതായത് വൈദ്യുതി കണക്ഷൻ ഏതെങ്കിലും സമയത്ത് കട്ടാവുന്ന സമയത്ത് പകരം അവിടെ ഒരു ജനറേറ്റർ സംവിധാനമുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കേണ്ട സംവിധാനമാണ്. ഈ കറണ്ട് പോകുന്നു, അപ്പോൾ തന്നെ ഈ ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ വൈദ്യുതി വരണം എന്നുള്ള ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ജനറേറ്ററിന്റെ ഭാഗമായിട്ടുള്ള ഇതിന്റെ ഓട്ടോമാറ്റിക് സെൻസറിങ്, അതായത് ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന സമയത്ത് ജനറേറ്റർ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്നതിനുള്ള സെൻസർ സംവിധാനം നശിച്ചതോടുകൂടിയാണ് ഇപ്പോൾ ഈ കുതിരാനിൽ ഇടയ്ക്കിടയ്ക്ക് ഈ വൈദ്യുതി കട്ടാവുന്ന ഒരു സാഹചര്യമുണ്ട്. 2 മുതൽ 3 മിനിറ്റ് നേരം വരെ ചില സമയങ്ങളിൽ ഈ കുതിരാനകത്ത് ഇരുട്ട് അനുഭവപ്പെടുന്നു. അതായത് ഈ വൈദ്യുതി പോയി കഴിഞ്ഞാൽ ഇരുട്ടാണ്. പിന്നീട് ഈ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് തെളിച്ച് മാത്രം പോകേണ്ട ഒരു സാഹചര്യമാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് വ്യാപകമായ പരാതികൾ ഉയരുന്നുണ്ട്. അധികൃതരുടെ ശ്രദ്ധയിൽ ഈ കാര്യമുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഇടപെട്ടുകൊണ്ട് അടിയന്തരമായി ഈ സെൻസർ തകരാർ പരിഹരിക്കണം എന്നൊരു ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട്. ശരി സൂരജ്, താങ്ക് യു. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജ്ജിയാണ് വിശദാംശങ്ങൾ നൽകിയത്.